യൂറിക് ആസിഡ് ഹൈ ആവുക എന്നത്. യൂറിക് ആസിഡിനെ കുറിച്ച് നമുക്കിന്ന് നോക്കാം. ആരോഗ്യവാനായ ഒരു മനുഷ്യനിൽ യൂറിക് ആസിഡ് അമിതമായി ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് യൂറിനിലൂടെ പുറന്തള്ളപ്പെടുന്നു. എന്നാൽ നമ്മുടെ ആഹാരശൈലിയും ജീവിതചര്യയും തെറ്റായി പോകുമ്പോൾ ഈ അമിതമായി ഉൽപ്പാദിപ്പിക്കുന്ന യൂറിക് ആസിഡ് ഒരു ക്രിസ്റ്റൽ രൂപത്തിലായി നമ്മുടെ ജോയിന്റ്സിൽ വന്ന് അടിഞ്ഞുകൂടും. ഇതിനെയാണ് നമ്മൾ ഗൗട്ടി ആർത്രൈറ്റിസ് അഥവാ സന്ധിഗതവാദം എന്ന് പറയുന്നത്. ഇനി യൂറിക് ആസിഡ് സ്റ്റോൺസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അമിതമായി ഉൽപ്പാദിപ്പിക്കുന്ന യൂറിക് ആസിഡ് അത് കിഡ്നിയിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുകയും ഒരു സ്റ്റോൺ പോലെ ഉണ്ടാവുകയും അത് കിഡ്നിയിൽ നിൽക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് യൂറിക് ആസിഡ് സ്റ്റോൺസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്തെല്ലാം ഒഴിവാക്കാം, നമ്മുടെ ഭക്ഷണക്രമത്തിൽ നിന്നും എന്തെല്ലാം ഒഴിവാക്കാം എന്ന് നോക്കാം. ആദ്യമായി മദ്യപാനം പൂർണ്ണമായും ഒഴിവാക്കുക. ബിയർ കുടിക്കുന്നത് വരെ യൂറിക് ആസിഡ് ഹൈ ആകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ റെഡ് മീറ്റ്, പോർക്ക്, ബീഫ്, മട്ടൻ ഇത് മൂന്നും ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കണം. മൈദയുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കുക. സീ ഫുഡ്സ് അതായത് ഞണ്ട്, കണവ, കൊഞ്ച്, കൂന്തൽ, അയല ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ്. വ്യായാമം കൃത്യമായി ചെയ്യുന്നത് യൂറിക് ആസിഡിനെ കുറയ്ക്കാൻ സഹായിക്കും. എരിവ്, പുളി ഇത് അമിതമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗം ഇത്തിരി കുറയ്ക്കുക. അടുത്തത് എന്തെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം എന്നുള്ളതാണ്. നാരുകളടങ്ങിയ ഭക്ഷണം നന്നായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, നാരങ്ങ, ഓറഞ്ച്, കുക്കുംബർ ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നന്നായി വെള്ളം കുടിക്കുന്നത് യൂറിക് ആസിഡ് ക്രിസ്റ്റൽ ആകുന്നതും സ്റ്റോൺ ആകുന്നതും തടയുകയും യൂറിക് ആസിഡ് മൂത്രത്തിലൂടെ പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യുന്നു. വ്യായാമം നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആയുർവേദത്തില് ഒരുപാട് മരുന്നുകൾ യൂറിക് ആസിഡിനും പറയുന്നുണ്ട്. എന്തെങ്കിലും കൺസൾട്ടേഷനോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യാവുന്നതാണ്.